എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഓണം വരവായി. ഓണം എന്ന് പറയുമ്പോൾ തന്നെ പൂക്കളും സദ്യവട്ടവും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പം സദ്യയിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വൻപയറാണ് കേട്ടോ. നല്ല ചുവന്ന വൻപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പച്ചമുളക് വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ ഉപ്പ്, വെള്ളം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ ഇത് വച്ചിട്ടാണ് ഇന്ന് നമ്മൾ സദ്യക്ക് വേണ്ട ഒരു അടിപൊളി സൈഡ് ഡിഷ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വൻപയർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം അതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 പ്രാവശ്യം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളം കളഞ്ഞെടുക്കുകയാണ്. അപ്പം തലേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് കഴിഞ്ഞാലും പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ കുതിർക്കാത്തത് കൊണ്ട് തന്നെ ഇതിപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ വൻപയർ ഇതുപോലെ ഞാൻ ഫുള്ള് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. കാരണം നമുക്കിനിയിപ്പം ഇത് കുക്കറിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മളിതൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് 4 വിസിൽ വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കും. അപ്പം വിസിൽ കേട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റീം പോയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യണത് കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ വൻപയർ കറക്റ്റ് പരുവത്തിന് കാണുമ്പോൾ തന്നെ മനസ്സിലായ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. കറക്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുതെന്ന്. ഇനി ഞാൻ ഇവിടെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കുമ്പളങ്ങയുടെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കനം കുറച്ച് വേണം, നമ്മൾ ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ കുമ്പളങ്ങ ഞാൻ ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഈ കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുമ്പളങ്ങയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, വേഗം വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് കുമ്പളങ്ങ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്തുടഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. എന്നാലും ഈ കുമ്പളങ്ങയുടെ കൂടെ കിടന്ന് രണ്ടും കൂടി ചേർന്ന് വെന്ത് വരണം. അതിനാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി മാറ്റിയിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, കുമ്പളങ്ങയുടെ കളറൊക്കെ മാറിയത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വൻപയറിൻ്റെ കളറ് ഈ ബ്രൗൺ കളർ ആയതുകൊണ്ടാണ് കുമ്പളങ്ങയുടെ കളറൊന്ന് ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം കുറച്ചുകൂടി ഒന്ന് വേകാനുണ്ട്. ഞാനിവിടെ മൂടി വെച്ച് കൊടുക്കുകയാണേ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 1-ാം പാലും 2-ാം പാലും വേണം. അപ്പം നല്ല കട്ടിയുള്ള പാലാണ് 1-ാം പാലെന്ന് പറയുന്നത്. കുറച്ച് കട്ടി കുറഞ്ഞതാണ് 2-ാം പാല്. ഇപ്പം നമ്മൾ തേങ്ങയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും എടുക്കും നമ്മൾ തേങ്ങ ചിരകി പിന്നെ അതിൽ നിന്ന് പാലെടുത്തൊക്കെ വരാനായിട്ട്. ഇത് വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല കൊഴുപ്പിൽ നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 1-ാം പാലിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2-ാം പാലിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പം 1-ാം പാലിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല കുറുകിയ കൊഴുപ്പോട് കൂടിയിട്ടുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് 1-ാം പാലായിട്ട് വേണ്ടത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കട്ടിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ക്വാളിറ്റി എപ്പോഴും കൺസിസ്റ്റൻ്റ് ആണ്. അപ്പം മറ്റത് തേങ്ങ പഴുത്തതാണോ പച്ചയോ അങ്ങനെയൊക്കെ നോക്കിയൊക്കെ നമുക്കിപ്പോൾ എല്ലാം ഒരുപോലെ കിട്ടണം എന്നില്ല. ഇതിൽ 2-ാം പാലിന് വേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ. അപ്പം നമുക്ക് ഇപ്പം നമ്മളുടെ വൻപയറിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 2-ാം പാല് വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പം ഇതുപോലെ ഒഴിച്ച ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് ഈ 2-ാം പാലിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വെന്തിട്ട് ഒന്ന് വറ്റി വരണം കേട്ടോ.
അപ്പോൾ അതായത് റെഡിയായി കഴിയുമ്പോഴേക്ക് അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തേങ്ങാപ്പാലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റും നമുക്കിതിന് കിട്ടുന്നതാണ്. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ചുറ്റിനും ഒഴിച്ചു കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറഞ്ഞത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മളിത് എടുക്കാവൂ. അപ്പോഴേ ഒരു കറക്റ്റ് പരുവത്തിന് ഇത് റെഡിയായി കിട്ടുകയുള്ളൂ. എത്ര എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ. അങ്ങനെ നമ്മളുടെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടുണ്ടാക്കിയ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ശരിക്കും ആ ഒരു തേങ്ങാപ്പാലിന്റെയും ആ ഒരു വൻപയറും ഒക്കെ ചേർന്നിട്ട് കുമ്പളങ്ങയൊക്കെ യോജിച്ചു വന്ന അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഓണത്തിന് നിങ്ങളും മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ട് സദ്യവട്ടം തയ്യാറാക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.